പ്രസംഗത്തിന്റെ പ്രസക്തിയുടെ ഇല്ല. ആദരണീയനായ ശ്രീ പ്രദീപ് അതിമനോഹരമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ പഠനോപകരണങ്ങളും അവർക്കുള്ള ആദരവും അവാർഡുകളും എല്ലാം ഏറ്റുവാങ്ങി നാളെ പ്രവേശനോത്സവവും മറ്റന്നാളെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടവരാണ്. രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ടൊരു പ്രസംഗത്തിൽ ഞാൻ ഒതുങ്ങുന്നില്ല. സൗഹൃദവേദി എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത ഒരു പ്രസ്ഥാനമാണ്. സൗഹൃദവേദിയെക്കുറിച്ച് ഞാൻ തന്നെയും നേരത്തെ ഇവിടെ നിന്ന് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. കായിപ്പുറം എന്ന ഈ ഗ്രാമപ്രദേശത്ത് 4 നൂറ്റാണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന തരത്തിൽ സൗഹൃദവേദിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ ആൾക്കൂട്ടം ഓരോ പരിപാടിയിലും ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ അതെല്ലാം സാക്ഷ്യം പറയുന്നുണ്ട്. കുറേയേറെ ആളുകളുടെ ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് കായിപ്പുറം സൗഹൃദവേദിയെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഒരു വായനശാല ഒരു നാട്ടിൽ സൃഷ്ടിക്കുന്ന സാംസ്കാരികമായ മുന്നേറ്റം എന്ത് എന്നതിനെക്കുറിച്ചും ഞാനിപ്പോൾ വിവരിക്കാനോ പറയാനോ വരുമ്പോഴേ അതെല്ലാം നേരത്തെ പറഞ്ഞുപോയ കാര്യങ്ങളാണ്. ശ്രീ കുഞ്ഞുമോനെ ഞാനും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഞാൻ ആ ലാബിൽ കയറി അതെല്ലാം കണ്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു നല്ല കാര്യമാണ് ഒരു നാടിനു വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി സമർപ്പിച്ച ഒരു ലബോറട്ടറി ഒരു നാട്ടിന്റെ സാധാരണ മനുഷ്യർക്ക് ഗുണകരമാവുന്ന തരത്തിലേക്ക് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞൊരു വലിയ കാര്യം തന്നെയാണ്. ഷാജഹാൻ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി താജ്മഹൽ തീർത്തു. അത് അനേക കാര്യങ്ങളെ ആകർഷിക്കുന്നുണ്ട് കാഴ്ച എന്ന തരത്തിലേക്ക്. ഇത് കുഞ്ഞുമോൻ അദ്ദേഹത്തെ ഒരു സംരംഭം എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ 100 കണക്കായ ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിന് ഒരു കൈത്താങ്ങായി മാറുന്നു, ഒരു സഹായമായി മാറുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത്തരമൊരു കാര്യം ഏർപ്പെട്ടതിനാണ് ശ്രീ കുഞ്ഞുമോനെ അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ 1000-ലധികം കുഞ്ഞുങ്ങൾക്കാണ് പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത്. ഞാൻ ഇവരോട് നേരത്തെയും സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നു. ഇവരോടുള്ള വിശ്വാസ്യതയാണ്, സൗഹൃദവേദി വായനശാലയോടുള്ള വിശ്വാസ്യതയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ പിന്തുണയും പിൻബലവും കരുത്തുമായി നിൽക്കുന്നത്. അത് ആ വിശ്വാസ്യത ഇവരാദ്യത്തെടുത്തത് അവരുടെ പ്രവർത്തനത്തിലൂടെയാണ്. ആ പ്രവർത്തനങ്ങൾ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി ഒരു സംഘം ആളുകൾ 4 നൂറ്റാണ്ട് അപ്പുറം മുതൽ ഇങ്ങോട്ടേക്ക് ഈ സൗഹൃദവേദി എന്ന മഹത്തായ സ്ഥാപനത്തിലൂടെ ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു നാട് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് അതിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല അവരുടെ പുതുവർഷമാണ്, അവരുടെ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ അവാർഡുകൾക്ക് സ്നേഹം. നല്ലൊരു പ്രഭാഷണം കൊണ്ട് നമ്മളെയെല്ലാം ആനന്ദത്തിൽ ആറാടിച്ച ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്, ഈ വേദിയിൽ ഉള്ള നമ്മുടെ CA റൈസാദ് മുഹമ്മദ് അടക്കം ഉള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, സൗഹൃദവേദിയുടെ ആദ്യമേ ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചൊരു ഉടമയോഗമോ അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെയാണ് വിചാരിച്ചത്. സത്യമായിട്ടും ഇത്രയും ഒരുമയോടെ ഒരു പരിപാടി ഞാൻ ഒരു ക്ലബിന്റെ വാർഷികത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അത് തന്നെയാണ് ഈ ക്ലബിന്റെയും ഈ സ്വാസ്ഥ്യ സംഘത്തിന്റെ എല്ലാത്തിന്റെയും വിജയം. ശരിക്കും നേരത്തെ വന്നത് നന്നായി. അത് കാരണം ജാഥയിലൊക്കെ പങ്കെടുക്കാൻ പറ്റി, എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. കുഞ്ഞുമോൻ ചേട്ടന്റെ ഈ വലിയ മനസ്സിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. കുഞ്ഞുമോൻ ചേട്ടനെ പോലെ കുറെ കൂടുതൽ കുഞ്ഞുമോൻ ചേട്ടന്മാരും ചേച്ചിമാരും ഈ സംഘടനകളുടെ ഇനി ഈ കായിപ്പുറം ഗ്രാമത്തിൽ വരട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ 1 സെന്റ് ഭൂമി പോലും നമ്മൾ സ്വന്തം ജ്യേഷ്ഠന്മാർക്കോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആർക്കോ പോലും വെറുതെ കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ഈ കാലഘട്ടത്തിൽ സ്വന്തം ഭൂമിയിൽ 10-75 ലക്ഷം രൂപ വില വരുന്ന ഒരു കെട്ടിടവും
ലാബും നിർമ്മിച്ച് നിങ്ങൾക്ക് വേണ്ടി സബ്സിഡൈസ്ഡ് ആയിട്ട് തരുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത് നിങ്ങൾ കൈയോർക്ക് 100% വിജയകരമാക്കണം. വേറെ ആരും ഇനി വേറെ ഒറ്റ ലാബിൽ പോയി ഒരു ടെസ്റ്റും ചെയ്യരുത്. ഞാൻ എന്നോട് തന്നെ ഇപ്പൊ പറഞ്ഞില്ല, ഞാനിനി DRC പോകത്തില്ല, എന്ത് ചെറിയ ടെസ്റ്റ് ആണെങ്കിലും ഇവിടെ വന്ന് ചെയ്യും. അപ്പം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇദ്ദേഹം ഇത്രയും ചെയ്തു തന്നു. അത് ഇനി ഇതിന്റെ 10ാമത്തെ വർഷവും 27ാമത്തെ വർഷവും ഈ നീതി ലാബിന്റെ നമ്മളായിരിക്കണം ചെയ്യേണ്ടത്. ആ പ്രോമിസോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളുമായിട്ട് ഇന്ന് കൂടിച്ചേരാൻ പറ്റിയത് ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്, ഈ സൺഡേ ചെലവഴിക്കാൻ പറ്റിയത്. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോലീസിന്റെ പിന്തുണ അറിയിച്ച് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.